ിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി UDF. മുന്നണി കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് UDFന്റെ ഈ നീക്കം. എന്നാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്നും P. ശശിയുടെ പണിയാണിപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ഏതായാലും ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിന് പരിഭ്രാന്തി എന്ന് വിമർശിച്ച CPM പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരെന്ന് വ്യക്തമാക്കണമെന്നും ആവർത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴിതാ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് UDFന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണം അവസാനിക്കാനുള്ള ഒരു സമയപരിധി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കൂടുതൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടെന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് SIT നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടന്നത്. അതിനിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കടകംപള്ളി സുരേന്ദ്രൻ, അതായത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ തരത്തിൽ CPMനെതിരെ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി UDF, BJP ഒക്കെ രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങളാക്കി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നു തുടങ്ങിയത്. അതിനോടാണ് രാഷ്ട്രീയമായ പ്രതികരണവുമായി ഇപ്പോൾ UDF രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ, അതായത് SITക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നുവെന്ന ആക്ഷേപമാണ് UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇതേ വിമർശനവുമായി രംഗത്തെത്തി. വലിയ തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം SITക്ക് മേൽ നിലനിൽക്കുകയാണ് എന്നാണ് KC വേണുഗോപാലും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് SITയെ സമ്മർദ്ദത്തിലാക്കിയുള്ള ബോധപൂർവമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ UDF നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടലാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത കൈവരും. എന്തായാലും UDF ഇതിനെ SITയെ രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതേസമയം അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്താനിടയായ സാഹചര്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം SIT നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ സൗഹൃദം എത്ര നാളായുള്ളതാണ്, ആ സൗഹൃദത്തിന്റെ പേരിൽ സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ്, അതടക്കമുള്ള കാര്യങ്ങൾ അടൂർ പ്രകാശിൽ നിന്ന് തന്നെ SIT ചോദിച്ചറിയുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക്
കടക്കുമ്പോൾ പരസ്പരം പഴിചാരി ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം പരിഭ്രാന്തി എന്ന് CPM വിമർശിച്ചതുപോലെ തന്നെ UDF എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം പരിഭ്രാന്തി ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. അത് പ്രധാനമായും സോണിയാഗാന്ധിക്കൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം ചിത്രങ്ങളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അത് UDF ഒരു ഭയം ഉണ്ടാക്കുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്ന് വേണ്ടേ കരുതാൻ? അല്പസമയം മുമ്പ് മുതിർന്ന നേതാവ് MM ഹസൻ മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് പ്രതികരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് നിൽക്കുന്നതാണ് അടൂർ പ്രകാശ് ചെയ്ത തെറ്റെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെയാണ്, SIT ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്, അതിനുശേഷം വേണം അടൂർ പ്രകാശിലേക്ക് എത്താനെന്നാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ഭാഗമായുള്ള പല ഉന്നതരുമായി ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുത്തതും ആ ചിത്രങ്ങൾ പല ചടങ്ങുകളിൽ പങ്കെടുത്ത അടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. അത്തരത്തിലൊരു ചിത്രം മാത്രമാണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയത് എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് മാനങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു വിമർശനം കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശ് അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് ഇതിന് പിന്നിലെന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നതിലൂടെ കൃത്യമായ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം ബോധപൂർവമായി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നൊരു വിമർശനം കൂടി ഇതോടെ ഉയരുകയാണ്. അടുത്തയാഴ്ചയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന SIT ഹൈക്കോടതിയിൽ. അങ്ങനെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഈ കഴിഞ്ഞ തവണ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ശേഷം നടത്തിയ പരാമർശങ്ങൾ, അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, ശേഖരിച്ച തെളിവുകൾ, 3 പേരെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതായി വരും. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സമഗ്രമായ റിപ്പോർട്ടായിരിക്കും കോടതിയിൽ SIT സമർപ്പിക്കുക. അവിടെ കോടതി അതിൽ തൃപ്തരാകുമോ എന്നതാണ് ഇനി SITയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ P ശശിയുടെ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയെ സ്വാധീനിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന തരത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, അത്തരത്തിൽ UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സാധാരണയായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു പ്രത്യേക സംഘം അന്വേഷണവുമായി പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട കാര്യം SITയെ നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്, നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും അടുത്ത ദിശ എങ്ങനെയായിരിക്കും, അന്വേഷണത്തിന്റെ അടുത്ത ദിശ എങ്ങനെയായിരിക്കും, ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അടുത്തത് ആരിലേക്കായിരിക്കും അന്വേഷണം എത്തുക, ഇത് സംബന്ധിച്ച കൃത്യമായ ഡയറക്ഷൻസ് അത് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ, അഭിഭാഷകരെ വരെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും മാത്രമായി സംസാരിക്കുന്ന തരത്തിലേക്ക് അത്രയും രഹസ്യാത്മക സ്വഭാവത്തിലാണ് കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയും അതേ ഗൌരവത്തിൽ തന്നെയാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് SITക്ക് മേൽ ഒരു സംശയത്തിന്റെ മുന ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരിക്കാം SIT അടൂർ പ്രകാശിനെ അത്തരത്തിൽ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുമോ എന്നറിയാൻ. അങ്ങനെ ഒരു നീക്കം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഉടൻ ഉണ്ടാകുമോ, അതോ അല്പം കൂടെ കഴിഞ്ഞിട്ട് മതിയെന്നൊരു നിലപാടിലേക്ക് പ്രത്യേക അന്വേഷണത്തെ കടക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച സമർപ്പിക്കാനിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഉൾപ്പെട്ടേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.